നമസ്കാരം. അൻവി സ്മാർട്ട് കുക്കിംഗ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. പൂവാർ എന്ന സ്ഥലത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ. ട്രിവാൻഡ്രം ടു കന്യാകുമാരി പോകുന്ന റൂട്ടിലാണ് പൂവാർ എന്ന സ്ഥലം. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണിത്. പേരുകേട്ട ബീച്ച് റിസോർട്ട്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ പൂവാർ. ഞങ്ങളവിടെ സരോവർ പോർട്ടിക്കോ എന്ന റിസോർട്ടിലാണ് താമസിച്ചത്. ഈ കാണുന്നത് അവിടുത്തെ ഒരു ബീച്ചാണ്. അതായത് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ തൊട്ട് മുൻപിലുള്ള ബീച്ചാണിത്. റിസോർട്ടിൻ്റെയും ബീച്ചിൻ്റെയും നടുക്കൂടിയാണ് നെയ്യാർപ്പുഴ ഒഴുകുന്നത്. റിസോർട്ടിൽ നിന്ന് ബോട്ട് വഴി വേണം ബീച്ചിലേക്ക് വരാൻ. റിസോർട്ടിൽ നിന്ന് ബീച്ചിലോട്ടും ബീച്ചിൽ നിന്ന് റിസോർട്ടിലോട്ടും രാവിലെയും വൈകിട്ടും ഫ്രീ ബോട്ട് സർവീസ് ഉണ്ട്. അതുകൂടാതെ നെയ്യാർപ്പുഴയിലൂടെ കറങ്ങാൻ പെയ്ഡ് ആയിട്ടുള്ള ബോട്ട് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ ഒരു 2 days ആണ് താമസിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഞങ്ങൾ താമസിച്ച റിസോർട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ആ നേരെ കാണുന്നതാണ് ആ റിസോർട്ട്. ഞങ്ങൾ വന്ന ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ ബീച്ചിൽ പോയത്. റിസോർട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു റിസോർട്ട് മുഴുവനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡേ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്, രാത്രിയിലാണ് കുറച്ചുകൂടി കാണാൻ ഭംഗി. പക്ഷേ ഫോൺ ക്യാമറയിലാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് രാത്രിയിലെ വിഷ്വൽസ് അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. രാത്രിയിലെ അവിടുത്തെ അലങ്കാരങ്ങളും കാഴ്ചകളും കാണാൻ നല്ല രസമായിരുന്നു. ഇത് റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നടുക്കിത് പുഴയാണ്, നെയ്യാർപ്പുഴയാണിത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ബീച്ച് കാണാൻ പറ്റും. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് റിസോർട്ടിലെ ഒരു ഡെക്ക് ഉണ്ട്, ഒരു നില മുകളിലായിട്ട്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. ഇവിടെ നിന്ന് ബീച്ചിലെ തിരമാലകളൊക്കെ അടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നടുക്ക് പുഴയിലൂടെ ബോട്ട്സൊക്കെ പോകുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ സീ ഫുഡ്സൊക്കെ കിട്ടും. ഇനി നമുക്ക് റിസോർട്ടിലേക്ക് വരാം. ഇത് വളരെ വലിയൊരു റിസോർട്ടാണ്. കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങൾ താമസിച്ചത് സിംഗിൾ കോട്ടേജ് റൂംസിലാണ്. അതാണിപ്പം കാണുന്നത്. ഏതാണ്ട് 10 കോട്ടേജ് റൂംസ് ഉണ്ട് ഈ റിസോർട്ടിൽ. ചുറ്റും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിസോർട്ട് നടന്നു കാണാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം വേണ്ടി വരും. അത്രയ്ക്ക് വലിയ റിസോർട്ടാണ്. കുറേ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, സ്വിമ്മിംഗ് പൂള് പക്ഷെ ഇപ്പോൾ കോവിഡ് കാരണം ഓപ്പൺ അല്ല. 2-3 സ്വിമ്മിംഗ് പൂൾസ് ഇവിടെ ഉണ്ട്.
ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ റിസോർട്ടിൻ്റെ വലിപ്പം കാരണം അവിടെ അത്ര കൺജഷനൊന്നും ഫീൽ ചെയ്തില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കാണുന്നത് സീ വ്യൂ ആണ്. ആ നേരെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ഏരിയ വേണമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സീ ഫേസിങ് റെസ്റ്റോറൻ്റ് ആണ്. സീ സൈഡിലേക്ക് ബോട്ട് ജെട്ടിയിലേക്കൊക്കെ പോകുന്ന റൂട്ടാണിത്. റൂംസിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഈ സൈഡിലൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടികളാണ് ഉള്ളത്. കുറേ പാഷൻ ഫ്രൂട്ട്സൊക്കെ ഇതിൽ തൂങ്ങിക്കിടപ്പുണ്ട്. നല്ല രസമാണ് അത് കാണാൻ തന്നെ. ഈ കാണുന്ന റൂംസ് എന്ന് പറയുന്നത് പൂൾ റൂംസ് ആണ്. ഈ റൂംസിൻ്റെ ഉള്ളിൽ തന്നെ പ്രൈവറ്റ് പൂൾസ് ഉണ്ട്. പ്രൈവറ്റ് പൂൾ റൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഏറ്റവും പ്രീമിയം മോഡൽ റൂംസ് ആണ് അവിടെ ഉള്ളത്. ഇവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇത് ഹോട്ടലിൻ്റെ തന്നെ മെയിൻ ബിൽഡിംഗ് ആണ്. അവിടെയും കുറേ റൂംസ് ഉണ്ട്. ഈ മെയിൻ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് എസ്റ്റുറി വ്യൂ റൂംസ് ഉള്ളത്. നേരെ ബീച്ച് ഫേസിംഗ് ആയിട്ടുള്ള റൂംസാണ് അവിടെ ഉള്ളത്. ഇവിടെ നിന്ന് കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ പ്ലേ ഏരിയയും ഇരിക്കാൻ പറ്റിയൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. ഇവിടെ നിന്നാണ് ബീച്ചിലോട്ടുള്ള ബോട്ട്സൊക്കെ പുറപ്പെടുന്നത്. ഈ റിസോർട്ടിൽ തന്നെ അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ട്സ് ഉണ്ട്. രാവിലെ 7 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 3:30 മുതൽ 5:30 വരെയും കണ്ടിന്യൂസ് ബോട്ട് സർവീസ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബീച്ചിലോട്ട് പോകാം. ഇതൊരു പ്ലേ ഏരിയ ആണ്. ഇവിടെ കുറേ ഹെമോക്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഊഞ്ഞാല്, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ സീ സൈഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മെയിൻ ബിൽഡിങ്ങിലോട്ട് പോകുന്ന വഴിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ചെടികളും പൂക്കളും ഒക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇവിടെ നല്ലൊരു ഫീലിംഗ് ആണ്. 2 ഡേയ്സൊക്കെ ഇവിടെ താമസിച്ചാൽ നമുക്ക് സമയം പോകുന്നത് തന്നെ അറിയില്ല. വളരെ നല്ല കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ശരിക്കും ഇവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം ക്ലോസ്ഡ് ആണ്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും റിസോർട്ടിൽ 3 സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്, പല സ്ഥലങ്ങളിലായിട്ടാണ്. ഇതാണ് മെയിൻ പൂള്. മെയിൻ ബിൽഡിങ്ങിൻ്റെ മുൻപിലുള്ള പൂളാണിത്. അതുപോലെ അപ്പുറത്തൊക്കെ വേറെ ചെറിയ പൂൾസൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് റിസോർട്ടിൻ്റെ മെയിൻ ബിൽഡിംഗ്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ എസ്റ്റുറി വ്യൂ റൂംസ് ആണുള്ളത്. നേരെ സീ ഫേസിംഗ് റൂംസ് ആണ്.
അപ്പം ഞങ്ങൾ ഓണത്തിൻ്റെ ആ ഒരു ടൈമിലാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഡെക്കറേഷൻസൊക്കെ. ഈ കാണുന്നത് നാഗവൃക്ഷമാണ്. പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏതാണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലവറിന് നല്ലൊരു സ്മെല്ലായിരിക്കും. ഇവിടെ ചെറിയൊരു ആമ്പൽക്കുളമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ ഇൻഡോർ ഗെയിംസിൻ്റെ ലിസ്റ്റാണ്. ഇൻഡോർ ഗെയിംസ് റൂമിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കോവിഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കാര്യമായിട്ടുള്ള ഇൻഡോർ ഗെയിംസ് ഒന്നും ഇല്ല. ഇത് ചെറിയൊരു ഗാർഡനാണ്. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് കുറേ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ചെടികളുണ്ട്. പേരയ്ക്ക, സപ്പോട്ടയൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് സപ്പോട്ടയുടെ ചെടിയാണ്. ഒരുപാട് സപ്പോട്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ പറിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ചെറിയൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കാണ്. കുറേ പൂക്കളുടെ ചെടിയൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കിളിക്കൂടൊക്കെ ഉണ്ട്. ലവ് ബേർഡ്സ് ആണുള്ളത്. അവർ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതുപോലുള്ള ഹെമോക്സ് ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് അവർ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ കാണുന്നത് വേറൊരു സ്വിമ്മിംഗ് പൂളാണ്. കുറച്ച് മാറിയിട്ട് ഇത് ഓൾമോസ്റ്റ് റിസോർട്ടിൻ്റെ നടുക്കായിട്ട് വരും.
അതുപോലെ ഇവിടെ പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട്. ബാസ്കറ്റ്ബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. സമയം പോകുന്നത് തന്നെ അറിയില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്ലേ ഗ്രൗണ്ട്. ഈ സമയത്താണ് കുറച്ച് മാറി ഒരു മയിലിരിക്കുന്നത് കാണാം. മാക്സിമം സൂം ചെയ്ത് എടുത്തത് കേട്ടോ, അത്ര ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനത്തെ സൈൻ ബോർഡ്സ് പല സ്ഥലങ്ങളിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്പാ സെൻറ്റർ ഉണ്ട്, വൈദ്യശാല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്പാ, മസാജിങ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തും കുറേ റൂംസ് ഒക്കെ ഉണ്ട്. ഇൻഡിവിജ്വൽ കോട്ടേജ് റോ ടൈപ്പ് റൂംസ് ആണ്. ഇവിടെയും ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് വൈദ്യശാല സ്പാ സെൻറ്റർ. ആ നേരെ കാണുന്നതാണ് എൻട്രൻസ്. പാർക്കിംഗ് ഏരിയയൊക്കെ ഇതിന് പുറത്താണ്. റിസോർട്ടിലേക്ക് വരുന്ന വഴിയാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.